സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ. വിളിക്കേ. സേതുമാധവൻ അല്ലേ? അതെ സാർ. എത്തിയാലുടനെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിരുന്നില്ലേ ജയിലിൽ നിന്ന്? ഞാൻ ഇന്നലെയാണ് എത്തിയത്. മിനിഞ്ഞാന്ന് റിലീസ് ചെയ്തല്ലേ നിന്നെ? അതെ സാർ. പിന്നെ എവിടെ പോയി? ഒരു കൂട്ടുകാരനെ കാണാൻ. ആരാ അത്? കേശവൻ. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. എന്ത് കളി? എന്ത് കളിയാ ഒരുമിച്ച് കളിച്ചിരുന്നത്? എന്താ മിണ്ടാത്ത നീ? ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുക അതൊക്കെ. അല്ലാതെ പിടിച്ചു പറയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ? പറഞ്ഞ സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയാ? അത് ശരി. അപ്പൊ ചോദ്യം എന്നോടായോ? ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. തീരുമാനം എന്നത്തേക്കാവും? സാർ പരിഹസിക്കരുത്. പരിഹസിച്ചാ നീ എന്ത് ചെയ്യും? വിളയ്യാ നീ? മര്യാദക്കൊക്കെ ജീവിച്ചോണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. സാർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല. എന്നോടങ്ങനെ പെരുമാറരുത്. പിന്നെ എങ്ങനെ പെരുമാറണാവോ? മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരാവശ്യമില്ല. സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത്. അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. പട്ടിയുടെ മോനെ, നീ എന്നെ നിയമം പഠിപ്പിക്കടാ റാസ്കൽ. ഇടിച്ചതിന്റെ പതിര് കലക്കിയിട്ട് ഒരു കേസിന്റെ രജിസ്റ്റർ വീണ്ടും നിന്നെ ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും. സാറിന് എന്തും ചെയ്യാൻ കഴിയും. അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എന്നെ പോകാൻ അനുവദിക്കണം സാർ. ഞാൻ വിളിച്ച ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കണം. സാർ, ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ചെയ്യേണ്ടി വരണ നമ്മളെ പോലുള്ളൊരു ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ ഒരു ഫോൺ. CA മൂലം മേലോട്ട് അയച്ചു വരെ, മുഖ്യമന്ത്രി മൂലം താഴെ കച്ചത്തെ ഡയറിയും വെച്ച് നെഞ്ഞത്ത് പേനയും കുത്തി കിടക്കണ ഊച്ചാളി രാഷ്ട്രീയക്കാരൻ വരെ. സാർ നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാന്നല്ലേ? ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. സാർ യോ സാറുമാരെന്താ വന്ന കാലം നിക്കണേ? ഇരുന്നാലും വേണോ വേണ്ടല്ലേ? മോനെ നിനക്ക് ഇരിക്കണമല്ലടാ. ഇരുത്താൻ നിന്നെ ഞാൻ DYSP വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇവരെ കോടതിയില് അറിയാം. ഇവരുടെ ദേഹത്ത് തുടരുന്ന ഉത്തരവുള്ളൂ. സംസാരിക്കാൻ അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാൻ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയുകയും ചെയ്യില്ല. ചത്ത് വീഴുമ്പോഴേ അറിയൂ. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണ. വാടക. നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ചാരായ കമ്പനിയിൽ പണിയെടുക്കും. പിന്നെ ചായ കുടിക്കാൻ പറ്റും. ചാരായം കുടിച്ച് പോലീസ് സ്റ്റേഷൻ വിലസാ നീ? സാർ DYSP വിളിച്ചറിഞ്ഞ് ഇത്തവണ നീ തടി വരും. പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടോന്ന് വിചാരിക്കണ്ട. നിന്നെ എന്റെ കിട്ടും. അന്നെ നട്ടല്ലേ ഞാൻ ഓടിക്കും. അമിതേ, ഞാൻ പോണു. എന്താ വേണ്ട ചെയ്തോട്. നീ എന്ത് വിചാരിച്ചാ സേതുമാധവ ഇറങ്ങി തിരിച്ചിരിക്കണേ? അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും. പേടിപ്പിക്കില്ലേ സാറേ? 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ? നിന്നെ നിന്റെ അനിയന്മാരെ ഇനി അടിക്കും ഞാൻ. ഒരുത്തരെ എന്റെ ദേഹത്ത് വിടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുവാ നോക്കാം നമുക്ക്. നിന്റെ വായിക്കാത്ത എന്തോടാ പഴം തള്ളിയിട്ടുണ്ടോ? ഇനി എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈയുണ്ടല്ലോ അത് ചവിട്ടി ഓടിച്ച് ഞാനും കേൾക്കും. അതടാ പന്നി. ആശാനെ, വണ്ടി പിന്നാലെ വരട്ടെ, നമുക്ക് നടക്കാം. ആ SI ഇടിയൻ ജോൺ നമ്മൾ ഇടിച്ചെല്ലൂരെന്ന് വിചാരിച്ചിരിക്കുന്ന ചില ചെറ്റകളുണ്ട്. കാണട്ടെ അവര്. വണ്ടി നമ്മുടെ ചാരാ ഷാപ്പിന്റെ മുന്നിലേക്ക് കിട്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ തടുക്കണം. ഈരിക്കാരന്റെ അപ്പനോ അപ്പനോ അമ്മമ്മേ മക്കളോ പൊടിയോ ആരാണുള്ളത്? വാടാ.